നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കുന്നു. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവഹിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഈ ഭാവം കൂടുതൽ ഉയർന്ന തലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തക്കോണം മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ്. ഫ്രം തിങ്കിങ് ടു ഫീലിംഗ് ടു ബീയിങ്. അപ്പോൾ നമ്മൾ ആദ്യം സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വയം ചിന്തിക്കാനും സാധിക്കണം എന്ന് നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ തന്നെ ചിന്തകൾ, അങ്ങനെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ ഉണർത്തുകയാണ്. നമ്മൾ ആദ്യം വായിച്ച് പഠിക്കുന്നു, പിന്നെ സ്വന്തം എഴുതുന്നു. അപ്പോൾ സ്വന്തം തൻ്റെ തന്നെ ചിന്താഗതി പ്രകടിപ്പിക്കുന്നവർക്ക് സ്പെഷ്യൽ മാർക്ക് ശരിക്കും സ്കൂളുകളിൽ കൊടുക്കണം. ഗൈഡുകളിലുള്ള എസ്സേ അതേപോലെ എഴുതുന്നവർക്കല്ല കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത്. എൻ്റെ അച്ഛൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അച്ഛൻ ടീച്ചറായിരുന്നു. അപ്പോൾ ക്രിയേറ്റിവിറ്റീനെ എപ്പോഴും നമ്മൾ സപ്പോർട്ട്. ക്രിയേറ്റിവിറ്റി, പിന്നെ ഗ്രാമറും സെൻറ്റൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്രിയേറ്റിവിറ്റിക്ക് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തോന്നുന്നു. അതിൽ സത്യസന്ധത ഉണ്ടാകും. ആ സത്യസന്ധമായിട്ടുള്ള ആ സമീപനം കൂടുതൽ ആഴത്തിലേക്ക് കണക്ട് ചെയ്ത് ഫീലിംഗിലേക്ക്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അനുഭവവുമായിട്ട് നമുക്ക് റെസണേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വിശപ്പ് ഉണ്ടെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വേണമെന്ന് ഫീൽ ചെയ്യുന്നു. പക്ഷേ വിശപ്പില്ലെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാം. ചെറിയ ഉദാഹരണം, അതായത് തിങ്കിങ്ങും ഫീലിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ നമുക്ക് വേറെ ആൾ വിശക്കുന്നതാകുമ്പോൾ ആ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കും. വേറെ ആൾ വേദനിക്കും, എന്താണ് വേദന എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അനുഭവങ്ങളും മുൻപേയുള്ള അനുഭവങ്ങളും എന്തായിരുന്നു അവർ അനുഭവിച്ചിരുന്നത്, ആ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിന് ആ വേദന നമ്മൾ ലോകത്തിന് നൽകരുത്. ഒരാളെ കുരിശിൽ തറയ്ക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമം ജീസസ് ക്രൈസ്റ്റ് കാണിച്ചു. ലോകത്തിന് വേണ്ടി വേദനിച്ച അദ്ദേഹത്തെ വേദനയോടുകൂടി ലോകത്തുനിന്ന് പറഞ്ഞു വിട്ടു. മഹാത്മാഗാന്ധിജി അദ്ദേഹം അനുഭവിച്ച വേദന എന്താണ്? അപ്പോൾ നമ്മൾ അതുമായിട്ട് റെസണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം ഫീലിംഗിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അറിയാതെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഒരു കണക്ഷൻ നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഫീലിംഗ്, മനുഷ്യരുടെ ഫീലിംഗ്, മൃഗങ്ങളുടെ ഫീലിംഗ്, ചെടികളുടെയും മരങ്ങളുടെയും. ഇപ്പോൾ നമ്മൾ ചെറിയുന്നൊരു ഇല പൊട്ടിച്ച് കളയുമ്പോൾ അത് അനുഭവിക്കുന്ന വേദന എന്താണ്? ഒരു കോഴിയുടെ മുട്ട എടുത്തിട്ട് നമ്മൾ പുഴുങ്ങി കഴിയുമ്പോൾ കോഴി അമ്മ അനുഭവിക്കുന്ന വേദന എന്താണ്? ദാജി ഉദാഹരണം പറഞ്ഞത്. അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യണം. കൂടുതൽ നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യണം. അതിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും വേദനകളും ഉൾക്കൊള്ളുന്ന തരത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു.
അതാണ് ഈഗോൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ഞാൻ മാത്രമല്ല, ഫാമിലി, സൊസൈറ്റി, പ്രപഞ്ചം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഞാനായിട്ട് മാറണം. ഇതാണ് ഈഗോൻ്റെ പ്രോഗ്രസ്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ എന്താണ് ഡിവിനിറ്റി, അതിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് പറയേണ്ടി വരില്ല എന്താണ് ഈശ്വരൻ, ആരാണ് ഈശ്വരൻ എന്ന് പറയേണ്ട കാര്യമില്ല. ഡിസ്കഷൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഈശ്വരൻ പ്രത്യക്ഷം ആവില്ലേ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഈ തരത്തിൽ ചേഞ്ച് വരുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഇല്ലാണ്ടായി മാറുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രസൻസ്, നമ്മുടെ ലൈഫിൽ ആ പ്രസൻസ് നമുക്ക് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രസൻറ്റിൽ ബന്ധങ്ങളില്ലാതെ ഓരോ നിമിഷവും 100% ജീവിക്കാൻ നമുക്ക് സാധിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റേഴ്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം പെട്ടെന്നൊരു ഇടിമിന്നൽ പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ആ ഡിവൈൻ ഗ്രേസ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഒരു പക്ഷേ ശരിയായിരിക്കാം. വളരെയധികം വിഷമം നിറഞ്ഞ അനുഭവങ്ങൾ, ഹെൽപ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി താഴാൻ പോകുന്ന ആൾ പെട്ടെന്ന് ശ്വാസം വലിക്കുന്ന പോലെ ആകാശത്തേക്ക് പെട്ടെന്നൊരു ഫീലിംഗ് വരാം. പക്ഷേ പിന്നെയും വെള്ളത്തിൻ്റെ അടിക്കനെ മുങ്ങിയാലും പലരും മുങ്ങി ജീവിക്കുന്നവരാണ്. ലോകത്തിലാണെങ്കിലും ഒളിച്ച് നടക്കുകയാണ്, മുങ്ങി നടക്കുകയാണ്, എന്നെ പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒളിച്ചിരിക്കുന്ന ഈ അവസ്ഥ മാറിയിട്ട് സത്യസന്ധമായിട്ട് ഓപ്പണായിട്ട് എങ്ങനെയാണോ പ്രകൃതി പെരുമാറുന്നത്, ഓപ്പണാണ്. അവിടെ ഒളിക്കലൊന്നുമില്ല. ഞാനിങ്ങനെയാണ്. ഒരു നായയ്ക്ക് നായയാണ് കാണിക്കാൻ ഒരു മടിയില്ല, ഒരു പൂച്ചയ്ക്ക് ഒരു പൂച്ചയാണെന്ന് കാണിക്കാൻ മടിയില്ല, ഒരു ആൽമരത്തിന് ആൽമരാണെന്ന് കാണിക്കാൻ മടിയില്ല. നമുക്കാണ് മടി. അയ്യോ ഈ ജീവിതത്തിന് വേണേ എവിടെ കയറ്റുക, അത് ഭംഗിയില്ല, നമ്മുടെ ഈ പൂച്ച വേണ്ട, വേറെ പൂച്ച വേണ്ട. അതിനങ്ങനെയൊന്നുമില്ല, അത് നാച്ചുറലാണ്. അതുപോലെ ഞാൻ എന്താണോ അതുപോലെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് വരാൻ തുടങ്ങും. എൻ്റെ തുടക്കമാണ് ശരിക്കും ഇങ്ങനെയുള്ള റെവലേഷൻസ്. അപ്പോൾ അതിൽ നമ്മൾ വീണ് പോകണമെന്നില്ല. അതെനിക്ക് കിട്ടിയില്ലല്ലോ, പിന്നെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞൊന്നും ഇല്ല, വെറുതെ നുണയാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗ്രാജുവലായിട്ടൊരു അൺഫോൾഡിങ് ഓഫ് പെർഫെക്ഷൻ, പ്യുവർ ക്യാരക്ടർ, അങ്ങനെയുണ്ടൊരു യാത്ര. ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ഒരു യാത്രയാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സഹജമാരെ അങ്ങനെയുള്ളൊരു സ്പിരിച്വൽ യാത്ര, അതേക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. സഡനായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന റെവലേഷൻസ് ഉണ്ടാകാതിരിക്കുന്നത് ശരിക്കൊരു ഭാഗ്യമാണ്. കാരണം ചിലപ്പോൾ അവിടെ അഹംബോധം വരാം. ഞാൻ ഈശ്വരനെ കണ്ടു, ദർശിച്ചു, ഇനി എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ഈഗോയിൽ വീണ ഒരുപാട് ആൾക്കാരുണ്ട്. സഹജമാർഗത്തിൽ അങ്ങനെ ഒരു റെവലേഷൻ ഇല്ല. നമ്മൾ റെക്കോർഡ് ചെയ്യുക, ജേർണൽ റെക്കോർഡ് ചെയ്യുക, എൻ്റെ മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഞാൻ എത്രത്തോളം ലോകത്തെ ഉൾക്കൊള്ളുന്നു, എത്രത്തോളം എന്നിൽ നിന്നും സെൽഫിഷ്നെസ് കടന്നുപോയി, ഞാൻ എത്രത്തോളം നിസ്വാർത്ഥനായി, ഇതൊക്കെ രേഖപ്പെടുത്തുമ്പോൾ മനസ്സിലാവും ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ റെക്കോർഡിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഉയർന്ന് ഒരു ദിവസം നമുക്ക് എഴുതാനില്ലാണ്ടായി മാറും. എല്ലാം നല്ലതായി തന്നെ നടക്കുന്നു. എപ്പോഴും നമുക്ക് ആരോടും ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ, വിഷമമില്ലാതെ, എപ്പോഴും സന്തോഷവാനായിട്ട് ആ പൂർണ്ണതയിൽ നിലകൊള്ളാൻ സാധിക്കും. മൊമെൻറ്റ് ടു മൊമെൻറ്റ്. അങ്ങനെയാകുമ്പോൾ ഈ ലൈഫ് അതിൻ്റെ പൂർണ്ണതയിലെത്തി. പിന്നെ നമുക്ക് ഭയമില്ലാത്ത ഒരവസ്ഥ അവിടെ വരുന്നു. കാരണം എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല എന്നുള്ളത് ക്ലിയർ ആവും. ഇതാണ് നമ്മൾക്ക് കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ യാത്ര, പ്രോഗ്രസ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ശരിക്കും ആ പ്യൂരിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വിൻഡോ ആയി മാറുന്നുള്ളൂ. ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്ന മിറർ, ഒരു പടം ഉണ്ടെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന നല്ല തരത്തിലൊരു കണ്ണാടിയാകാം. മാസ്റ്റർ റിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ണാടി, ഈശ്വരനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ണാടി. പക്ഷെ കണ്ണാടിക്കും ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ട്. അത് ഒരു പ്യൂരിറ്റീനെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് വേണ്ട പ്യൂരിറ്റി കടത്തി വിടുന്ന വിൻഡോ ആയി മാറും. കാണുമ്പോൾ തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു ആനന്ദവും ധൈര്യവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കും. അതാണ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. അതാണ് എഡ്യൂക്കേഷൻ പ്യുവർ ക്യാരക്ടറിൽ അവസാനിക്കണം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഫ് ക്യാരക്ടർ ഇസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നു. ആ പ്യുവറായിട്ടുള്ള ക്യാരക്ടർ പരിപൂർണമായിട്ടുള്ള സ്നേഹമാണ് എന്നും ചാരുജി മഹാരാജ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ അങ്ങനെ ഒരു പരിശുദ്ധമായിട്ടുള്ള ക്യാരക്ടർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഈ ലോകത്തിൽ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തുകൊണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിർവഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാനൊരു കഴിവ് വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ മാത്രം എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും, ചില സ്ഥലങ്ങളിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റില്ല. പൈസ കിട്ടിയാൽ ഞാൻ നല്ലതായിട്ട് പെർഫോം ചെയ്യും, പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യില്ല. എന്നെ ഒരാൾ പ്രശംസിച്ചാൽ ഞാൻ നന്നായിട്ട് ചെയ്യും, എന്നെ ആരെങ്കിലും താഴ്ത്തി പറഞ്ഞാൽ അതോടുകൂടി ഞാൻ ഡിപ്രസ്ഡ് ആവും. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.